ഹായ് ഹലോ എവ്രി വൺ. ഇന്ന് നമ്മളെ റിസുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. നമ്മളെ ബർത്ത്ഡേകൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ആൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തുമ്പോൾ കിടന്ന് ഓടുകയാണ് ചെയ്തത്. വീഡിയോ എടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഒന്നും ഒരു നിന്ന് തരുന്നില്ല. പുറത്തുനിന്ന് ലൈറ്റൊന്നുമില്ല. ഉച്ചക്ക് തുടങ്ങിയ മയക്കാറാണ്, ഭയങ്കര മയക്കാറ്, ഇരുട്ടാണ്. നമ്മൾ ഫോണിൽ കാണുന്നേക്കാളും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു. ആൾ നമ്മൾ വിചാരിച്ച മാതിരി നിന്ന് തരുന്നില്ല ഫോട്ടോ എടുക്കാൻ. എല്ലാം കൂടെ ഒരു കഥയായി. റിസു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ഷാസു എനിക്കും പുതിയ ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞിട്ട് ആളും മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി രണ്ടുപേരുടെയും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. ഷാസു ബൈക്കുമ്മലൊക്കെ ഇരുന്നിട്ട് കുറേ ഷോ ഒക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റിസുവിനും കയറ്റി വെച്ചിട്ട് കുറച്ച് വീഡിയോസ് രണ്ടാളതും എടുത്തു. ഇതാണ് നമ്മളെ ബർത്ത്ഡേ കേക്ക്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് കൊളാക്കി വെക്കും. ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിക്കോളാം, പുറത്തുനിന്ന് മേടിക്കാൻ വിചാരിച്ച കേക്കാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിക്കോളാം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു 3 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കേക്ക് ഉണ്ടാക്കിയത്. അത് അത്യാവശ്യം ഫ്ലോപ്പായതുകൊണ്ട് ആർക്കും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി റെഡിയായി ഞാൻ ബീറ്റർ ഓണാക്കിയപ്പോൾ ബീറ്ററും വർക്ക് ചെയ്യുന്നില്ല. എല്ലാം കൂടി കുളമായി എന്ന് കരുതിയിരുന്നു. പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും വെക്കാണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാവണം വലിയ ലുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ കേക്കൊക്കെ റിസുവിനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും കേക്ക് കഴിക്കുകയാണ്. ഞാൻ ഷാസുവിനോട് കേക്ക് എങ്ങനെ ഉണ്ട് ചോദിച്ചപ്പോൾ ആൾ സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, കേക്ക് നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ സംതൃപ്തിയായി. പിന്നെ ഷാസുമോന് റിസുവിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആൾ ഗിഫ്റ്റ് കൊടുക്കുന്നുമുണ്ട്, അതുപോലെ തന്നെ തിരിച്ചു വാങ്ങുന്നുമുണ്ട്. റിസു ബേബിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്ത പോലെയാണ് ആൾ പെരുമാറുണ്ട്. പിന്നെ ജിനും റിസുവിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ഇവർ മേടിച്ചിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാസുട്ടിന് അതിനുള്ളിൽ എന്താണെന്ന് അറിയായിട്ട് ഭയങ്കര ആകാംക്ഷയാണ്. അപ്പോൾ അതപ്പം തന്നെ പൊട്ടിച്ചു കൊടുക്കുകയാണ് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. റിസുവിനും ഷാസുവിനും കിച്ചൺ സെറ്റ് കിട്ടിയപ്പോൾ രണ്ടാളും കൂടി കളിക്കുകയാണ്. റിസു ശരിക്കും നമ്മൾ ഉമ്മാരൊക്കെ കാട്ടുന്ന പോലെ പ്ലേറ്റൊക്കെ എടുത്ത് വിളമ്പുക, എന്നിട്ട് എല്ലാവർക്കും കഴിക്കുക പറഞ്ഞിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഓള് കളിക്കണ കാണാൻ വേണ്ടിയിട്ട്.
ഫൈസൂൻ്റെ ബർത്ത്ഡേക്കും വേണ്ടിയിട്ട് മോൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഫ്രെയിമാണിത്. ഇതാൾ കുറച്ച് ദിവസം മുമ്പേ ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിലൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ്. ഉമ്മച്ചി ബിരിയാണിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.